എടാ നീ ഇതേ അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഹിന്ദിക്കാരി പെണ്ണുങ്ങൾ കൈയും കാലും ഒക്കെ കാണിക്കും, അന്നേരം അവരുടെ പുറകെ ചാടിക്കറി പോയേക്കരുത്. എനിക്ക് അന്നും പറ്റിയിരുന്നില്ല. ഇന്നും ഒരുപക്ഷെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് പ്രശ്നങ്ങളെ പേടിയാണ്. പ്രശ്നങ്ങളെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം കടന്നുറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം നല്ലൊരു ചൂരലുമായിട്ട് പുറയിൽ വന്ന് ചന്തിക്കിട്ട് തന്നെ പട്ടാഷ് പട്ടാഷ് 2 അടി. നമസ്കാരം. നമ്മൾ നല്ല ഒന്നാന്തരം രുചികളുടെ വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതൽ 3 വീഡിയോസ് കുറച്ച് കഥകളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാം. കുറേ നല്ല കഥകൾ, നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കഥകൾ, കുറച്ച് പ്രണയ കഥകൾ. കാരണം ആൾക്കാർ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എബിൻ ചേട്ടൻ എങ്ങനെയാണ് ഈ ബംഗാൾ വരെ പോയി ഒരു ബംഗാളി പെണ്ണിനെ കെട്ടിയത്? നമ്മുടെ കേരളത്തിൽ മലയാളികൾ ആരും ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ആൻസറുമായിട്ട് എങ്ങനെയാണ് ഞാൻ കൽപ്പിതയെ കണ്ടുമുട്ടിയത്, അത് അടുത്ത എപ്പിസോഡിൽ വരും. പക്ഷേ അതിനു മുമ്പ് എന്നെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയണമല്ലോ. ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ചെറുപ്പകാലം മുതലുള്ള ചെറിയ നൊസ്റ്റാൾജിയ കലർന്ന കുറച്ച് കഥകൾ, അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കൽപ്പിതയെ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് കഥകളൂടെ മുന്നോട്ടങ്ങോട്ട്. എന്താ, അങ്ങനെ ഒന്ന് തുടങ്ങാം അല്ലേ? ഞാനും നിങ്ങളെപ്പോലൊക്കെ തന്നെ കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ, വാകത്താനം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ, വളരെ നല്ല പച്ചപ്പും നല്ല ആൾക്കാരും സ്നേഹമുള്ള ആൾക്കാരുടെ കൂടെ ജനിച്ച് വളർന്ന് സന്തോഷമായിട്ട് സ്കൂളിലൊക്കെ പോയി ജീവിച്ച ഒരു സാധാരണ പയ്യനല്ല, ഇന്നിപ്പം പ്രായമായി 42 വയസ്സായി. പക്ഷേ ജനിച്ച് വളർന്ന സമയത്ത് കുഞ്ഞുകുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പയ്യനായി. ഉഴപ്പിന് ഉഴപ്പ്, സന്തോഷത്തിന് സന്തോഷം, കരച്ചിലിന് കരച്ചിൽ, ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഭാഗങ്ങളല്ലേ. അതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ ജീവിതമായിരുന്നു. ഇന്നും സ്കൂൾ ജീവിതം ഓർക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പോകുന്നു, അവിടെ ചെറിയ ചെറിയ വഴക്കുകളുണ്ടാകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അവരുമായിട്ട് കൂട്ടുകൂടുന്നു. പിന്നെ ഫുട്ബോൾ കളിക്കാനായിട്ടും ക്രിക്കറ്റ് കളിക്കാനായിട്ടും ഒരു മടൽ ബാറ്റൊക്കെ ഉണ്ടാക്കി. പണ്ടൊക്കെ മടൽ ബാറ്റിലൊക്കെ ആയിരുന്നു, പണ്ട് ബാറ്റൊന്നും ഇല്ലല്ലോ, ബാറ്റൊക്കെ മേടിച്ചു പിന്നീട്. പക്ഷേ ആദ്യം മടലൊക്കെ വെട്ടി അത് ബാറ്റാക്കി, ഒട്ടുപാലും റബ്ബർ പാലും ഒക്കെ കൂട്ടി ഒരു പന്തൊക്കെ ഉണ്ടാക്കി അത് വെച്ച് ക്രിക്കറ്റ് കളി ഒരു വല്ലാത്തൊരു കാലമായിരുന്നു കേട്ടോ. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കപ്പത്തണ്ട് വെച്ചൊക്കെ ആയിരിക്കും ചിലപ്പം സ്റ്റമ്പ് ഉണ്ടാക്കുക. എന്നാലും കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അതിനകത്ത് അന്ന് സ്ട്രെസ് എന്ന് പറയുന്നത്, അന്നത്തെ കാലത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്, സ്കൂളിൽ പോയി വാദ്യാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടുമല്ലോ എന്നുള്ളതായിരുന്നു അന്നത്തെ സ്ട്രെസ്. പണ്ട് ഒരു മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒന്നും പേര് പറയാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ, പേരൊന്നും പറയത്തില്ല. എനിക്ക് ഒത്തിരി അഫെക്ഷൻ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പദ്യം ചോദിക്കുമായിരുന്നു. പദ്യം ചൊല്ലണം നമ്മൾക്ക്. അപ്പോൾ പദ്യം ചൊല്ലാനായിട്ട് വിളിക്കും. മലയാളം പദ്യം എനിക്ക് ഒരു കാരണവശാൽ അല്ലാതെ തന്നെ ചെറുപ്പം മുതലേ ഓർമ്മ തീർത്തും കുറവായിരുന്നു. അതുകൊണ്ട് മലയാളം പദ്യങ്ങളൊന്നും അങ്ങനെ മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുമല്ലോ എന്ന് ഓർത്ത് പലപ്പോഴും പേടിച്ച് പതുങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനിരിക്കുന്ന ബെഞ്ചിലായിരുന്നു പദ്യം ചോദിക്കുന്നത്. 4 വരിയോ 5 വരിയോ ഏതാണ്ടേ ഉള്ളൂ പദ്യം ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് പേടിയായി, എനിക്ക് പറയാൻ പറ്റില്ല. പേടിയുള്ളതുകൊണ്ട് എന്തായാലും ഞാൻ ഓർത്തിരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോയാൽ ശരിയാവില്ല. അപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ വരാതിരിക്കാനായിട്ട് എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? പലരും പല ആശയങ്ങൾ പറഞ്ഞു തന്നു. കൂട്ടുകാരല്ലേ, എല്ലാവർക്കും അവരുടേതായ ആശയങ്ങളുണ്ട്. അങ്ങനെ അവസാനം എനിക്ക് കിട്ടിയ ഒരു ഐഡിയ, 2-3 ആശയം ഉണ്ടായിരുന്നു. ഒന്ന്, വിക്സ് കണ്ണി പുരട്ടി കഴിഞ്ഞാൽ കണ്ണിലസുവാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി, നല്ല ചുവന്നുള്ളി ചതച്ച് കതകിൻ്റെ ഇടയ്ക്ക് വെച്ച് ചതച്ചിട്ട് കഷത്തിൽ കുറച്ച് നേരം വെച്ചാൽ മതി, നമ്മുടെ ദേഹം പൊള്ളുന്ന ചൂടായിരിക്കും. ആ ചൂടുള്ളതുകൊണ്ട് അപ്പനും അമ്മയും തൊട്ട് നോക്കുമ്പോൾ തന്നെ പനിയായതുകൊണ്ട് പോകണ്ട എന്ന് പറയും. അങ്ങനെ ഞാൻ ഉള്ളി ചതയ്ക്കുന്നതിലേക്ക് മാറി. വിക്സ് ആകുമ്പോഴത്തേന് വിക്സിൻ്റെ മണമൊക്കെ വരികയല്ലേ, അതുകൊണ്ട് അത് വേണ്ട, ഉള്ളി ചതയ്ക്കുന്ന ആ രീതിയിലേക്ക് മാറി. അങ്ങനെ ഉള്ളി ചതച്ച് കഷത്തിൽ വെച്ചു. ശരിക്കും ചെറിയ തോതിൽ പനിയൊക്കെ വന്നു. ആ പനിയൊക്കെ വന്നുകൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞു, നീ ഏതായാലും ഇന്ന് പോകണ്ട. അങ്ങനെ ഒരു ദിവസത്തെ പദ്യം ഞാൻ അവോയ്ഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ തന്നെ എനിക്ക് ഈ പ്രശ്നങ്ങൾ നേരിടണമെന്ന് ആൾക്കാർ പറയത്തില്ലേ, നമുക്കൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നേരിടണം എന്ന് പറയും. അത് എനിക്ക് അന്നും പറ്റിയിരുന്നില്ല. ഇന്നും ഒരുപക്ഷെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് പ്രശ്നങ്ങളെ പേടിയാണ്. പ്രശ്നങ്ങളെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക. പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ താല്പര്യമുണ്ട്.
പക്ഷേ എന്തായാലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമുണ്ടോ അല്ലേ? എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഞാൻ കൂടുതലും പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഒതുങ്ങിയേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകാറുള്ളത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു സ്വഭാവം പണ്ട് തൊട്ടേ ഉണ്ടെങ്കിലും രുചികളോടുള്ള ഒരു ആകർഷണം പണ്ട് മുതലേ എനിക്കുണ്ട്. എനിക്ക് രുചികൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നാടൻ രുചികളെന്നില്ല, ഏത് രുചിയും എനിക്കിഷ്ടമാണ്. നാടൻ രുചികളോട് ഒരു അടുപ്പം കൂടുതലാണ്. ഈ കഞ്ഞിയും പഴങ്കഞ്ഞിയോടുള്ള അടുപ്പം അധികം നാളായില്ല. കേരളം വിട്ടതിന് ശേഷം നമുക്ക് ആ കേരളത്തിൻ്റെ ഓർമ്മകൾ പുതുക്കേണ്ട സമയത്ത് കഴിക്കുന്നതുകൊണ്ടാണ് കഞ്ഞിയോടും പഴങ്കഞ്ഞിയോടും അടുപ്പം തോന്നി തുടങ്ങിയത്. പക്ഷേ നല്ല മാമ്പഴം, നല്ല ചക്കപ്പഴം, ഞങ്ങളുടെ ഇവിടെയൊക്കെ മാമ്പഴം എന്നല്ല പറയുന്നത്, മാങ്ങാപ്പഴം എന്നാണ് പറയുന്നത് കോട്ടയത്ത്. അപ്പോൾ ചിലരൊക്കെ കളിയാക്കും, ഇതെന്താ ഇവൻ മാങ്ങാപ്പഴം എന്ന് പറയുന്നത്. മാങ്ങാപ്പഴം എന്ന് പറഞ്ഞാലും മാമ്പഴം എന്ന് പറഞ്ഞാലും മാവിൽ നിന്നുണ്ടാവുന്ന പഴം, മാമ്പഴം എന്ന് നമുക്ക് പറയാം. അപ്പം നല്ല മാമ്പഴം വേണ്ടെന്നേ. അന്നത്തെ കാലത്ത് ഈ വലിയവധിയുടെ സമയത്താണ് മാവൊക്കെ പൂത്ത് കായായി വരുന്നത്. അപ്പോൾ നമ്മൾ മാവിലെറിഞ്ഞ് കല്ല് വെച്ച് അല്ലെങ്കിൽ കൊഴി എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പൊക്കെ വെച്ച് എറിഞ്ഞ് മാങ്ങ പറിച്ചെടുക്കും. ഈ എറിയാനായിട്ട് ഉന്നമൊന്നും എനിക്ക് നല്ല ഉന്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അധികം എറിഞ്ഞ് മാങ്ങ പറിച്ചതായിട്ട് ഓർക്കുന്നില്ല. ആരെങ്കിലും നമ്മുടെ കൂട്ടുകാർ എറിഞ്ഞു തരും. നമ്മൾ ആ മാങ്ങ പൊട്ടിച്ച് അതിൽ നല്ല കല്ലുപ്പൊക്കെ ചേർത്ത്, ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരൊക്കെ നമുക്ക് എന്നും ഒരു ശക്തിയാണ്. നിങ്ങളും എല്ലാം നമ്മുടെ കൂട്ടുകാരല്ലേ. അപ്പോൾ അങ്ങനെ പച്ചമാങ്ങ പറിച്ചു തരും. ആ മാങ്ങ കല്ലിലടിച്ച് പൊട്ടിച്ച് അതിനകത്ത് കല്ലുപ്പും ഒക്കെ ചേർത്ത്, കിട്ടുകയാണെങ്കിൽ ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത്, മുളക് പൊടിയൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മളെവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഈ മാങ്ങ പറിച്ച് കഴിക്കുന്നത്. അങ്ങനെ അത് കൂട്ടി അതങ്ങോട്ടൊന്ന് കടിച്ചു കഴിയുമല്ലോ, ആ പുളിയും ഉപ്പും ഇച്ചിരി എരിവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു ചെറുപ്പകാലം. ഏറ്റവും സന്തോഷം തന്നിരുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിൽ, ഇതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന കുറച്ച് കാലമാണ് ഈ സ്കൂൾ ജീവിതത്തിൻ്റെ കാലം. അന്ന് കൂട്ടുകാരുമായിട്ടുള്ള ഈ കളികളും ഒക്കെയാണ് ഏറ്റവും സന്തോഷം തന്നിരുന്നത്. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞു. ഞാൻ ഒറ്റ മകനാണ്, എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആരുമില്ല. അപ്പോൾ വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു. കാരണം കളിക്കാനായിട്ട് സാധാരണ ഒറ്റപുത്രന്മാർ വീട്ടിൽ നിൽക്കും എന്നാണ് പറയുക. പക്ഷേ എനിക്ക് കൂട്ടുകാരോട് ഭയങ്കര അടുപ്പമായിരുന്നു. കൂട്ടുകാർ വേണം. അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് കളിക്കാനും അവരോടൊപ്പം വർത്തമാനം പറയാനുമായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ പോയിട്ടും ഉറക്കത്തിൻ്റെ ആശാനായിരുന്നു. ഈ കളി, ഒന്നുകിൽ കളി, അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ്, അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഉറങ്ങും. ഇന്നിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളി അങ്ങോട്ട് മാറിയിട്ട് യാത്ര ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ്, നല്ല രുചിയുള്ള ഫുഡ് കഴിക്കണം. അതുമല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് കിടന്നുറങ്ങണം. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. അത് ഹോസ്റ്റലിലായിരുന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. പഠനം കുറവ്, ഉറക്കം കൂടുതൽ, ഫുഡും അതേപോലെ തന്നെ കൂടുതൽ. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോഴത്തേന് 10ാം ക്ലാസ്സുകാർ എഴുന്നേക്കണം. ബെല്ല് വന്നാലും ഞാൻ കിടന്നുറങ്ങുമെന്ന് നിർബന്ധം പിടിച്ചിട്ടല്ല, ഞാൻ ബെല്ല് കേൾക്കാറില്ലാത്തതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോഴത്തേന് വാർഡനുണ്ടായിരുന്നു. അന്ന് ചൂരിൽ വെച്ചുള്ള അടി ഒന്നും നിരോധിച്ചിട്ടില്ലായിരുന്നു. ഇന്നാണ് അതിനൊക്കെ നിരോധനമായത്. അപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം നല്ലൊരു ചൂരിലുമായിട്ട് പുറയിൽ വന്ന് ചന്തിക്കിട്ട് തന്നെ പട്ടാഷ് 2 അടി. ആ അടി കൊണ്ട് എഴുന്നേറ്റിരുന്നതാണ് ഞാൻ. ഇന്നും ഒരടിയൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് ആക്റ്റീവ് ആവും. അടി എന്ന് പറയുന്നത് അത് ആ ചൂരലിൻ്റെ അടി ആവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരടി കിട്ടാറുണ്ടല്ലോ. നമ്മൾ നെഗളിച്ച് പോകുമ്പോൾ ഒരടി കിട്ടുന്നുണ്ട്. ആ അടി നമ്മളെ തളർത്താനല്ല, നമ്മളെ വീണ്ടും ശക്തരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരിക്കലും ഒരടിയും തളർത്താറില്ല. ആ അടികളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് തരിക, അല്ലേ? അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ SB കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അന്നത്തെ സമയത്ത് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല. ഈ അടുത്ത സമയം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ബാച്ച് കഴിഞ്ഞ് 1-2 ബാച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അത് +2 എന്നുള്ള ആ സിസ്റ്റത്തിലേക്ക് മാറിയത്. അപ്പോൾ പ്രീ ഡിഗ്രി സമയത്തും ഒരുമാതിരി നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്തുന്ന രീതിയിലുള്ള ഉഴപ്പുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആരെയും ഉപദ്രവിക്കാനായിട്ട് അന്നും എനിക്ക് താല്പര്യമില്ല, ഇന്നും ഒരിക്കലും താല്പര്യമില്ല. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ BBAക്ക് പോയി. BBAക്ക് പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് പെൺകുട്ടികളുള്ള, അത് 4ാം ക്ലാസ് വരെ പെൺകുട്ടികളുള്ള സ്കൂളിലാണ് പഠിച്ചത്. 5 മുതൽ പ്രീ ഡിഗ്രി വരെ പെൺകുട്ടികളില്ലാത്ത സ്കൂളിലും കോളേജിലും പഠിച്ചു. അത് കഴിഞ്ഞ് BBAക്ക് ചെല്ലുമ്പോഴാണ് പെൺകുട്ടികളുള്ള ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത്. മരിയൻ കോളേജിലാണ്, കുട്ടിക്കാനം.
ഈ BBA ചെല്ലുന്ന വരെയുള്ള സമയത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ നമ്മളെ നോക്കി ചിരിച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പെൺകുട്ടിക്ക് നമ്മളോട് എന്തോ ഒരു ആകർഷണം ഉണ്ട് എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീടാണ് മനസ്സിലായത് അവർ ചിരിക്കുന്നത് നമ്മളൊരു സുഹൃത്തിനെ പോലെ കണ്ടിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സഹോദരനെ പോലെ കണ്ടിട്ടായിരിക്കും. ഏതായാലും അങ്ങനെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ MBA പഠിക്കാനായിട്ട് ഒറീസയ്ക്ക് പോയി. അവിടെയാണ് ഞാൻ കൽപ്പിതയെ കാണാനായിട്ട് പോകുന്ന ആദ്യത്തെ ഭാഗങ്ങൾ വരുന്നത്. കൽപ്പിതയെ കാണുന്ന കാര്യം നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. പക്ഷേ ഒറീസയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, അത് ഈ ക്രിസ്മസിന് തൊട്ട് മുമ്പ് ആണ് ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോഹട്ടി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഒറീസയ്ക്കുള്ള യാത്ര. എൻ്റെ കൂടെ പഠിക്കാനായിട്ട് തിരുവല്ലയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് തന്നെ ട്രെയിനിൽ കയറി. ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാനും അപ്പനും അമ്മയും അമ്മയുടെ അനിയത്തിയുടെ മോളും ഞങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുന്നത്. അപ്പൻ എൻ്റെ കൂടെ ഒറീസയ്ക്ക് വരുന്നുണ്ട്. അമ്മയും അമ്മയുടെ അനിയത്തിയുടെ മോളും എൻ്റെ കസിനും അവർ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അമ്മയുടെ അനിയത്തി, അമ്മാമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ, ജയമോള മാമ. അപ്പോൾ ജയമോള മാമ ഇങ്ങനെ പറഞ്ഞു, എടാ നീ ഇതേ അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഹിന്ദിക്കാരി പെണ്ണുങ്ങൾ കൈയും കാലും ഒക്കെ കാണിക്കും, അന്നേരം അവരുടെ പുറകെ ചാടിക്കറി പോയേക്കരുത്. അപ്പം എനിക്ക് അതിന് മറുപടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്നേരം മമ്മി പറഞ്ഞ ഇങ്ങനെയാണ്, ഓ എടി അവൻ അങ്ങനൊന്നും പോകത്തില്ല, അവൻ നമ്മുടെ മകനല്ലേ, അങ്ങനൊന്നും പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിട്ടാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത്. എങ്കിലും ഈ ഹിന്ദിക്കാരി പെണ്ണിൻ്റെ കൈയും കാലും കാണിച്ചിട്ട് പോയതൊന്നുമല്ല. ഞാനാണ് അവളോട്, കൽപ്പിതയോട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ആ എപ്പിസോഡ് ഞാൻ എങ്ങനെയാണ് കൽപ്പിതയെ കണ്ടതും കൽപ്പിതയോട് ഇഷ്ടമായതും എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. നമുക്ക് ഈ കഥ ഇവിടെ നിർത്താം അല്ലേ? അടുത്ത വീഡിയോ നാളെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോകൾ അടുപ്പിച്ച് 3 ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നാളെ നിങ്ങൾ കാണുക, എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട, നമുക്കെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് സന്തോഷമായിട്ട് തന്നെ പോകാം. തൽക്കാലത്തേക്കിന് ബൈ.